അന്ന് പറയാൻ തുടങ്ങിയ കാര്യം ഓർമ്മ വന്നു. ആ എന്നാ പറ. അന്നടക്ക് നല്ല ലെവലാതി ഉണ്ടല്ലോ സ്റ്റേജിൽ തന്നെ പെങ്ങൾക്ക് ഫ്ലൈങ് സുഹൃത്ത് ഒളിപ്പിച്ചോണ്ടിരിക്കുക അവന് വെറുതെ വിടാൻ പാടില്ല. മേരിക്ക് ഹാർട്ട് ഫുള്ള് ലപ്പാണ്, സ്മൈലോ മുല്ലപ്പൂ എനിക്ക് ചെല്ലി മാത്യു. ആ പാവക്കുമാര് കൊല്ലിപ്പോയി ചെല്ലി. നീ മൂടി തന്നെ നിൽക്ക്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. പോക്രിത്തരമല്ല മാഷകുമാരി കാണിച്ചത്. എന്റെ മകളോട് വേണ്ടാധീനം കാണിച്ച ദിവനോട് എന്റെ മകനൊന്ന് ചൂടായിപ്പോയി, സ്വാഭാവികം എന്ന് കരുതി ഇവന്റെ കൈതല്ലി ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നല്ലേ മാഷെ അതിന്റെ അർത്ഥം? മാഷേ ഇവന്മാരൊന്നും വെറുതെ വിടരുത്, ഡിസ്മിസ് ചെയ്യണം, ഇവനൊക്കെ ഡിസ്മിസ് ചെയ്യണം. എന്താടത്? ഞാൻ എന്തേത് ആദ്യം പെങ്കോച്ചനോട് ചോദിക്കി വല്ല പരാതി ഉണ്ടോന്ന്. മിണ്ടല്ലേ കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം, ഒരുമാതിരി വേഷവും നടപ്പും. നിങ്ങൾക്ക് ഇവരൊന്ന് ശ്രദ്ധിച്ചൂടെ? ഇവന്റെ അച്ഛനെവിടെയാ? ഗൾഫിലാ മാഷേ. ആ അത് തന്നെയാ, അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ദൂർത്തടിക്കാൻ നാട്ടിലൊരു മകൻ. ആ നിനക്കൊക്കെ അസലടികൊള്ളാ തന്റെ കേടാ. വീട്ടിൽ തല്ലുകൊള്ളാത്തവൻ നാട്ടിൽ തല്ലുകൊള്ളി, അത്ര തന്നെ. ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നല്ല ബെസ്റ്റ് കൂട്ടുകെട്ട. കർത്താവിന് നിരക്കാത്തൊന്നും ചെയ്യുന്ന അപ്പം മോനോട് പറഞ്ഞിട്ടില്ലടാ. ഇന്നട്ടാ ഉപമാഷ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞാ മതി. നീ എന്തിനാണ് അമ്മച്ചീനെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റി വെച്ച ജീവിതമാണ് നിന്റെ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്റെ വീട്ടുകാരെ ഇനി പ്രത്യേകം വിളിക്കണോ? ആരും വന്നില്ലേ? ചേട്ടന്മാര് വരുന്നുണ്ട്. ചേട്ടന്മാര് വരുന്നുണ്ട്. ഒരാഴ്ച കൂടി സമയം തരണം, ഒരാഴ്ച. അത് മറന്നിട്ടാ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ മര്യാദ ഡീസന്റ് ആയിട്ട് പോയി നോക്കാന്നേ.
മാഷെ ഏ മാത്യുവിന്റെ ചേട്ടന്മാരെ. ഓ ചേട്ടന്മാരെത്തിയോ? വാ വാ വാ. ഇത് സ്റ്റീഫൻ, ഞാൻ ആ, പീറ്റർ. ഇരിക്ക്. ആ, thank you. ആ സാറ് പറ. പറയൂ സാർ. പറയണില്ലേ? എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം. സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജിൽ കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയൻ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു. ഇവിടെ ഇതിനു മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല തവണ വാണിങ്ങും കൊടുത്തതാ. ഇനി അത് പറ്റില്ല. പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതെറ്റുണ്ട്. നല്ല കുട്ടി. അതുകൊണ്ട് TC കൊടുത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനം. അത് വളരെ നല്ല തീരുമാനമാണ് മാഷെ. വളരെ നല്ല തീരുമാനം. നല്ല കുട്ടികളെ നമ്മൾ എന്ത് വില കൊടുത്ത് രക്ഷിക്കണം. ശരിയാണ്. മാഷ് TC എഴുതിക്കോളൂ. അല്ലേ? അതെ അതെ. ആ അപ്പോ ആ കണക്ക് തീർന്നില്ലേ? ആ ഇനി ഈ കണക്ക്. സീഫ, ഇവന്റെ കണക്കെടുത്തേ. 2002 ജനുവരി 6 80,000 പേഴ്സണൽ. മുതലും ഇല്ല, അതിന്റെ കൂടെ പലിശയില്ല. 13% പലിശയ്ക്ക് 1,16,400. അതെന്താ നീ അടയ്ക്കാത്ത? അത് ഈ ബിസിനസിന്റെ ഓട്ടത്തിനിടക്ക് വന്നൊരു ചെറിയൊരു ഡിലേ. ഇത് ഞങ്ങൾ തമ്മിലുള്ള ചെറിയ ഡീലിംഗാ. ഇരുന്നോ കഴിയും. ഗുഡ് ബൈ. പീറ്റർ, അത് നമ്മളെ തമ്മിൽ ശരിയാവൂല. സ്റ്റീഫ, ഒരു 6 മാസം പോട്ടെ. 1 മാസം, ഒരാഴ്ച. നിന്റെ പെങ്ങളെ ഇവൻ ലൈൻ അടിച്ചാൽ നീ പ്രിൻസിപ്പാളിന്റെ അടുത്ത് എന്നാ പരാതി പറയേണ്ടത്? അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ശമ്പളം കൊടുത്ത് ഇവിടെ ഇരിക്കണത്. അല്ല, സ്റ്റേജിൽ കയറി ഇടിയട്ടൊക്കെയല്ലടാ വേണ്ടത്. നീ ഇതൊക്കെ എവിടത്ത് പഠിച്ചടാ? ചുമ്മാ കാർന്നമാരെ തല്ലുവിളിക്കാനായിട്ട്. ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരുടെ തലനാണ്ടപ്പോ അവൻ കയറി ഇടപെട്ട് അതിന് അവനെ കുറ്റം പറയാൻ പറ്റുമോ? എന്റെ പൊന്നു സാറേ, ഈ കാര്യത്തില് എനിക്കും എന്റെ മൗനും ഒരു പരാതിയില്ല. ഞങ്ങൾ പൊക്കോട്ടെ. പീറ്ററെ, പൊക്കോട്ടെ. റാഞ്ചി അല്ല സ്റ്റീഫൻ. അടി ഗംഭീര. അപ്പൊ മാഷേ, പരാതിക്കാരന് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ചോടെ. അപ്പോ TC ഒന്നുമില്ല. അപ്പൊ ഇറങ്ങാം, പോവാം. അപ്പൊ താങ്ക് യു സാറേ. പെട്ടെന്ന് അങ്ങനെ കാര്യം മനസ്സിലായി. നല്ല ഗുഡ് മോർണിംഗ്. എന്താടാ അത് കലക്കി വീട്ടട്ടോ. അയാളുടെ കർണമുണ്ടല്ലോ പൊക്കഞ്ഞോ. നിന്റെയും പുകയും ഇനി ഇവന്റെ കൂടെ നിന്നെ കണ്ട ഇവന്മാരെയൊക്കെ വഷളാക്കണം. നീ ഒറ്റ കേട്ടോ. എക്സാക്ട്ലി ചേട്ടായി. അല്ല അല്ല, കണക്ക് നന്നായി പഠിക്കണില്ലേ? ആ അപ്പൊ എന്നാ പോവാം. പോയേക്കാം. മാസ് ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുന്ന പേടിച്ചിരിക്കായിരുന്നു. എന്തായാലും ദേവി കാത്തു. ഹേമേ, എനിക്ക് സസ്പെൻഷൻ കിട്ടില്ല. സന്തോഷായില്ലേ? സോറി കേട്ടോ. ഓക്കെ ബേബി. കുറച്ച് സൈഡൊക്കെ താ കേറിക്കട്ടെ. ഹേമേ, ഹേമേ സിപ്പ വാങ്ങിച്ചേരാം. എടാ, ഇവിടെ റൂൾസ് ഉണ്ടോ, റെഗുലേഷൻസ് ഉണ്ടോ, ഇവിടെ പ്രിൻസിപ്പൾ ഉണ്ടോ? ഒന്ന് പോടാ. വാക്ക് എടുത്ത് കൈ ഒടിച്ച് അച്ഛനും തല്ലും കിട്ടി. അല്ല, ഇവിടെ വല്ല റൂമും കിട്ടും. ഇനി നേരത്തെ പറയായിരുന്നെങ്കിൽ വല്ല കമ്പിളി പുതപ്പെങ്കിലും എടുത്തു വെക്കായിരുന്നു. എന്താടാ, എനിക്കറിയോ എല്ലാ ഹോട്ടലും ഇങ്ങനെ ഫുള്ളാവും. പറഞ്ഞല്ല, സെറ്റാണ്, വന്നാ മതി എന്നൊക്കെ പറഞ്ഞത്. പരിപാടിയാ കാണിക്കണെന്ന്. അണ്ണാ, റൂം എടുക്കാ? ഇല്ല ഇല്ല, വണ്ടി എടുത്തേ. റൂമില്ല. ഇല്ലെങ്കിൽ വാടാ. എന്താ ചെയ്യാ, വണ്ടി കിടക്കേണ്ടി വരുമോ? ഇന്ന് ഇവിടെ റൂം കിട്ടിയില്ലെങ്കിൽ ഇവന്റെ ശവ ഇവിടെ വീഴും. വണ്ടി എടുക്കും, വണ്ടി എടുക്കും. പിടിക്കാൻ
ഹോട്ടൽ കമ്പി നല്ല ഐശ്വര്യമുള്ള പേരല്ലേ? കമ്പി ആവട്ടെ, ചക്രം എന്തെങ്കിലും ആവട്ടെ. വാ ഇറങ്ങടാ. വണ്ടി അപകട കനകാമ്പി നടാത്. വാ. ഇനി നീയായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? താൻ പോകൂ ശക്തിമാനെ. ஹலோ சார், അണ്ണാ ഇങ്ങ റൂംസ് ഇരിക്കാ? சூட் ரூம் மட்டும்தான் சார் இருக்கு, மற்றபடி எல்லாம் ஃபுல் ஆயிடுச்சு சார். ഫുൾ ഈ ആയിട്ടാ? കൂതറ ഹോട്ടലിൽ സ്യൂട്ട് റൂമാ? ഒന്നും മിണ്ടാരിയടാ. അണ്ണാ സൂട്ട് റൂമിൽ എവ്വളോ റൂം இருக்கும்? 2 பெட்ரூம் இருக்கு சார். 2 ബെഡ്റൂം. തരാൻ പറ. ஓகே சார், எவ்வளோ நாளைக்கு வேண்டி வரும் சார்? അത്രയ്ക്കൊന്നും വേണ്ട. നാങ്ക ബസ്സിന് ഓടിക്ക് ഒരു മാറ്റർ பண்ண வந்தா പണി முடிச்சிட்டு നാളേക്ക് പോവും. புரிஞ்சிச்சு சார், புரிஞ்சிச்சு. தம்பி மயில் வாங்கணும், சூட் ரூமுக்கு கூப்பிட்டு போ. அப்படியே என்ன வேணாலும் அரேஞ்ச் பண்ணி கொடுத்து. சரி சரி. ലഗേജ് എടുത്തിരുங்க. വണ്ടിയിലെ ലഗേജ് എടുത്തിട്ട്. നോക്കട്ടെ, തണുത്തിട്ട്. ഓ, ഉയരം കൂടുന്തോറും തണുപ്പ് കൂടുകയാണല്ലോ പറഞ്ഞ. തുറക്കുമയിലേ. എന്തൊരു തണുപ്പ്. ഇതാണോ ബെസ്റ്റ് സ്യൂട്ട് റൂം? ആ വൃത്തിയോട് കാണിക്കല്ലോ. തഥാസ്തു. சார் நீங்க என்ன எதிர்பார்க்கணும் சொன்னா நான் ரெடி பண்ணுறேன். എന്നിട്ട് ஏது டைப் வேணும்னு பறிஞ்சால் அரேஞ்ச் பண்ணி தரேன் சார். ടൈപ്പാ? அது சார் மேட்டர் பண்ணுறது. എന്ത് നിനക്ക് ഞങ്ങളെ കണ്ട ആ ടൈപ്പാന്ന് തോന്നിയോടാ പാണ്ടിയെ? ഈ ഹോട്ടലിൽ കണ്ടപ്പോഴേ തോന്നിയത് വല്ലമ്പാണെന്ന്. നീ എന്താ നോക്കി പേടിപ്പിക്കുന്നേ? ഇവിടെ ആർക്കൊന്നും വേണ്ട, പൊക്കോ. അല്ലേ? அதுக்கு என்ன ஓவரா சவுண்ட் விடுற? வேணாம்னா வேணாம் சொல்லு. இவன் தான் மேட்டர் பண்ணணும்னு சொன்னேன். சொல்லுங்கடா திருட்டு மூஞ்சி. അണ്ണാ ഈ നാട്ടില് അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? എടാ ജോണ്, അണ്ണാ അവ അന്ത മാറ്റർ சொல்லல, இந்த மேட்டர் தான் சொன்னேன். இது மிஸ் அண்டர்ஸ்டாண்டிங் அண்ணா. அப்ப அத சொல்லு. ஓவரா சீன் போடுனா ஊரு விட்டு போக ஓடுங்க அண்ணா. திருட்டு மூஞ்சிகள். പോയിടുங்க. யார்கிட்ட விளையாட பாரு. മൈലണ്ണാ എന്നടാ? ഒരു വാർത്ത. നീ എന്ത് പണിയാ കാണിച്ചേ? അണ്ണന് ഫീലായി. ഒരു ജന്മാടാ. നന്നാവൂല. എടാ നിനക്ക് വേണ്ടേ വേണ്ട, നിന്നെ ആരെങ്കിലും ഇപ്പൊ നിർബന്ധിച്ചാ? പിന്നെ നിന്റെ കല്യാണമൊക്കെ അല്ലോ തന്നെ. അതിന് എനിക്കറിയാൻ പാടില്ല നിനക്കൊരു മുൻപരിചയമില്ല. എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസ് ഉള്ളതൊക്കെ നല്ലതാ, അല്ലെങ്കിൽ ആദ്യ രാത്രി നല്ല പണി കിട്ടും. ഇവനെ ഞാൻ കൊല്ലൂട്ടോ. രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ. നാളെ രാവിലെ എണീറ്റ് പോകാനുള്ളതാണ്. എനിക്കാണെങ്കിൽ കോളേജിലും പോകണം. ഗുഡ് നൈറ്റ്. ജോണെ തണുപ്പല്ലേ, രണ്ടെണ്ണം അടിച്ചിട്ട് കിടക്കാ. വാ. വാടാ, നമുക്ക് നീ പോയി കിടന്നോ, ഞാൻ അവിടെ കിടന്നോളാം. ഇവിടെ കിടന്നോളാന്ന്. പൊന്നോ. பாபா சீக்கிரமா ஆறு போங்க, இந்த வழி போ. எல்லா இடத்திலும் பாரு, யாரும் தப்பிக்க கூடாது. எல்லா முறையில நல்லா பாரு.
എന്താടാ ഒരു ബഹളം? അതൊന്നുമില്ല, താഴെ പോലീസും റെയ്ഡും പരിപാടി. എന്താടാ പോലീസാ? പോലീസാ? അതിന് നീ എന്തിനാ പേടിക്കണേ? നമ്മളോട് പരിപാടിക്കൊന്നും ഒന്നുമില്ലല്ലോ. എന്താണ്? ഞാൻ 3 പേരെന്നാ റേറ്റ് ഏറും. പോലീസടാ, നമ്മൾ പെട്ട്. ഒന്ന് കെട്ട നേരം റേഡ് നനയ്ക്കണം. എന്റെ കല്യാണം என்ன பார்த்துட்டு இருக்கீங்க? வேற வழியே இல்ல. டோர் ஓபன் பண்ணுங்க. ഡോർ ഓപ്പൺ ചെയ്യല്ലേ? ഞാനുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ബാഗ് എടുക്കാൻ മറന്നു. ഇപ്പൊ വരാം. എന്താ ചട്ടി വീണ? ചട്ടി തലി വീണ? ആള് ചത്ത? ആരെങ്കിലും ഒന്ന് വാടാ. എങ്ങനെയാ அவங்க எல்லாம் போயிட்டாங்க சார். நம்ம போலாமா? അവർക്ക് നമ്മുടെ വണ്ടി നമ്പർ കിട്ടിണ്ടാവോ? ആ കിളവനെ നമ്പർ പോയിട്ട് കാറാണോ കാളവണ്ടിയാണോ കാണാൻ പോലും പറ്റിയുണ്ടാവില്ല. നീ ഒന്ന് റിലാക്സ് ചെയ്തേ. നമ്മള് സേഫടാ. ഇപ്പഴത്തെ ഒരു ബാച്ചിലർ ട്രിപ്പ് ആയത്. ഒരു അഡ്വഞ്ചർ ഒക്കെ വേണ്ടേ? എന്നെ കെട്ടുമുണങ്ങണ നാളാണ് നിന്റെ അഡ്വഞ്ചർ. ഇപ്പൊ ഞാൻ മിണ്ടരുത് നീ. നാട്ടിലെത്തണവരെ നിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് ചെപ്പ് കുച്ചു പൊടിക്കും ഞാൻ. ഒന്നും മിണ്ടായിരിടാ. എന്ത് കണക്കാണത്? മൊത്തം തെറ്റാണല്ലോ. നീ കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കോ? അങ്ങനൊന്നുമില്ല. ആ എത്തിയോ? ഒന്നുമില്ല മണോളൻ. ഇതേ എവിടെ ആയിരുന്നടാ? എന്താ ക്ഷീണം പോലെ? അസുഖം വല്ലതും ഉണ്ടാ? എന്താ സുഖം? കെട്ടിന് മുമ്പ് കറങ്ങി നടക്കണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അതൊന്നുമില്ല ചേച്ചി, ഞങ്ങൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു വരില്ലേ, അതിന്റെ ഒരു ക്ഷീണം കാണും. ചകിരി തല. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ജോൺ ബത്ലഹേം സ്കൂളിൽ നല്ല പഠിപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു. നമ്മുടെ കക്കൂസ്. അങ്ങനെ പറ, അല്ല ജോൺ എന്നൊക്കെ പറഞ്ഞ ആർക്കാ മനസ്സിലാവണേ അല്ലേ? നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ മതി, ക്ഷീണൊക്കെ പൊക്കോളും. ചെല്ല്. ചായ ചൂടാറി. അല്ല, നീ ഇതുവരെ പോയില്ലേ? അല്ല, ഈ കെട്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചായ കുടിച്ചോ. ഇവൻ മേടിച്ചു കൂട്ടൂട്ടാ. ആ, അത് ശരിയാ. മാത്യു, മാത്യു വരുന്നുണ്ട്. ഇരിക്ക്. ദേ, നീ പറഞ്ഞ പോലെ ഇവിടെ എത്തണ വരെ ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇനി ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. എടാ, പോലീസുകാർ ഇമാതിരി ഹോട്ടലിൽ റെയ്ഡ് നടത്തുന്നത് സ്ഥിരം പതിവാ. ആ പെണ്ണ് എന്ത് കൂളായിട്ടാ റെയ്ഡ് എന്ന് പറഞ്ഞത്. എടാ, നിനക്ക് ഓർമ്മയില്ലേ? എടാ, അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോവും. നമ്മുടെ പുറകെ വരാനുള്ള ടൈമൊന്നും അവർക്കില്ല. അപ്പോ ആ ചട്ടി വീണ പോലീസുകാരന്റെ കേസോ? അയാൾ ചത്തട്ടൊന്നുമില്ലോ. എടാ, ഞാനാ പറയണേ, നീ ഒരു ടെൻഷനും അടിക്കണ്ട. ഈ മാറ്റർ ഒരു കുഞ്ഞു പോലും അറിയില്ല. കൂൾ മാൻ. എന്തേ? മസനഗുഡി ലോഡ്ജിൽ പെൺവാണി
മസനഗുഡിയിലെ കനകാംബിക ലോഡ്ജിൽ നടന്ന റെയ്ഡിൽ 20ഓളം പേർ അറസ്റ്റിലായി. ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെട്ട സ്ത്രീകളിൽ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നതുകൊണ്ട് കേസിനെ ശക്തമായി പിന്തുടരാനാണ് പോലീസിന്റെ നീക്കം. എടാ നോക്ക്, ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് വക്താവ് അറിയിച്ചു. ഈ കാലത്തും പത്രം വായിക്കുന്നവരൊക്കെ ഉണ്ടോ? നീങ്ങ പുതിയ വാർത്ത നോക്കട്ടെ. പണിയോ ഇത് പണിയോ? അവരവിടുന്ന് രക്ഷപ്പെട്ടവരെ തപ്പിയിറങ്ങിയാ നമ്മളെ പൊക്കൂ, ഉറപ്പാ. നീ മണ്ടത്തരം വെറുതെ പറയാതെ. അവർക്ക് നമ്മൾ ആരാന്ന് പോലും അറിയില്ല. പിന്നെ ഭാഗ്യത്തിന് ID കാർഡ് പോലും കൊടുത്തിട്ടില്ല. എടാ രജിസ്റ്ററിൽ എന്റെ പേരില്ലേ ജോൺ. അതിനിപ്പോ എന്താ, ജോണിന് പേര് മാത്രമേ ഉള്ളൂ. അവരാദ്യം നമ്മൾ മലയാളികളാണെന്ന് കണ്ടെത്തണം. പിന്നെ ഈ നാട്ടിൽ എത്ര ജോൺമാരുണ്ട്? ഈ ഒരു പേര് വെച്ച് ആരും ഒന്നും കണ്ടുപിടിക്കാൻ പോണില്ല. പെണ്ണു പോയി വല്ലതും പറയൂ. അവരാ ടൈപ്പൊന്നുമല്ല. ജോലിയോട് കൂറുള്ള സ്ത്രീയാ. കസ്റ്റമർ ഒറ്റൊന്നുമില്ല. സത്യം. എത്ര പെമ്പിള്ളയുടെ മനസ്സറിയാവുന്ന ആളാ ഞാൻ. ഹലോ എടി, ഫോൺ കട്ട് ചെയ്ത മനസ്സിലാക്കൂടാ, ഞാൻ തിരക്കിലാണെന്ന്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, സോറി, കുറച്ച് ടെൻഷനായി പോയി. ഹലോ, വേണ്ടായിരുന്നു. എടാ, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ പെമ്പിള്ളേരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന്. അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അവരുടെ മനസ്സെന്ന് വെച്ചാണ്ടല്ലോ ചില്ല് പോലെ പെട്ടെന്ന് പൊട്ടും. സോ ഹാൻഡിൽ വിത്ത് കയറേ. അല്ലാണ്ട് നീ പറയണ പോലെ പെട്ടെന്ന് ചൂടായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെയാണ് ഇതേനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിനക്കറിയാൻ പാടില്ലേ?